ഗാനമേള വേദികളിലൂടെ ജനഹൃദയം കീഴടക്കിയ ആശ്രാം ഉണ്ണികൃഷ്ണനാണ് കൊല്ലം കോർപ്പറേഷനിലെ ആശ്രാമത്തെ LDF സ്ഥാനാർത്ഥി. പാട്ടുപാടിയുള്ള വോട്ടുപിടുത്തമാണ് ആശ്രാം ഉണ്ണികൃഷ്ണന്റെ രീതി. വിജയം ഉറപ്പെന്നും ആശ്രാമത്തെ കലാകേന്ദ്രമാക്കിയാണ് ലക്ഷ്യമെന്നും ഉണ്ണികൃഷ്ണൻ പറയുന്നു. അരുൺരാജ് കൊല്ലത്തുനിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊല്ലത്തിന് പരിചയപ്പെടുത്തിയിട്ടുള്ള ആവശ്യമില്ലാത്ത ആളാണ് ആശ്രാം ഉണ്ണികൃഷ്ണൻ. പ്രത്യേകിച്ച് ഗാനമേള വേദികളിലൂടെ തന്നെ കൊല്ലക്കാർക്ക് പ്രിയങ്കരനാണ്. അതേപോലെ സാംസ്കാരിക ഇടത്തിൽ പ്രിയങ്കരനാണ്. അഷ്ടമുടിയുടെ പ്രിയപ്പെട്ടവനാണ്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കൊല്ലം ആശ്രാം ഡിവിഷനിൽ നിന്ന് മത്സരിക്കുകയാണ്. എല്ലാവിധ ഭാവങ്ങളും. കലാകാരനാണ്. രാഷ്ട്രീയം ഒപ്പമുണ്ട് എന്നറിയാം. എങ്ങനെ തോന്നുന്നു ഇലക്ഷൻ പ്രചരണത്തിലേക്ക് എത്തുമ്പോൾ? നമുക്ക് നല്ല വിശ്വാസമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നല്ലൊരു സമൂഹം എൻ്റെ കൂടെ ഉണ്ട്. ആശ്രാമത്തെ ഈ പ്രദേശത്തുള്ള എല്ലാവരുടെയും ഒരു പ്രതിനിധി എന്ന് പറയുമ്പോൾ ആശ്രാമം ഉണ്ണികൃഷ്ണൻ എന്നാണ് എൻ്റെ പേര്. പരിചയപ്പെടുത്തലുകൾ വേണ്ട, ആശ്രാമക്കാർക്ക് പരിചയപ്പെടുത്തലുകൾ വേണ്ട. അതെ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനത്തും പല ആൾക്കാരും എല്ലാ സപ്പോർട്ടും ഇങ്ങോട്ട് വാഗ്ദാനം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തിലാണ്. പാർട്ടി അതുകൂടി കണ്ടുകൊണ്ടാണോ സ്ഥാനാർത്ഥിയാക്കിയത്? സ്വാഭാവികമായും വിജയം സുനിശ്ചിതമാണ്. കാരണം അത് ഒരു പേര് കൂടി അടയാളപ്പെടുത്തേണ്ട കാര്യമല്ല. തീർച്ചയായിട്ടും വിജയം സുനിശ്ചിതം എന്ന് പറഞ്ഞാൽ ഈ ഡിവിഷൻ്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പം മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. കൊല്ലം ആശ്രാമം ഡിവിഷന് 5 കോടി രൂപ അനുവദിച്ചിട്ട് 2 കോടി മാത്രമേ ചിലവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ആ രീതിയിൽ 2 കോടി രൂപയുടെ വികസനം മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇനിയും വികസനങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മളിപ്പോൾ ഈ രീതിയിൽ നമ്മളിവിടെ ജയിച്ചു കഴിഞ്ഞിട്ട് ഈ പോരായ്മകൾ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വിശ്വാസം. കൊല്ലം കോർപ്പറേഷൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണമെങ്കിൽ എന്നെ പോലുള്ള ആൾ ഇവിടെ വരണം. പിന്നെ പാർട്ടി പിന്നിൽ ശക്തമായി നിൽക്കുകയായിട്ടുണ്ട്. നമുക്കൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി. ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ, അർത്ഥനിമേലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ. ഇപ്പോൾ ഞാൻ LDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ ഒരു ആറാട്ടുകുളം എന്ന് പറഞ്ഞൊരു കുളമുണ്ട്, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ കുളം അവിടെ പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ അവിടെ നീന്തി കുളിച്ചിട്ടുള്ളത്. ആ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ്. അതിൻ്റെ ചുറ്റിലും മണ്ണെല്ലാം ഒലിച്ചിറങ്ങി അവിടെ മൊത്തം പായൽ കയറി. അതൊക്കെ അതേപോലുള്ള ജനങ്ങൾക്ക് നന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എൻ്റെ കൂടെ ശക്തമായൊരു നിര എൻ്റെ കൂടെ ഉണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള. അപ്പോൾ ആ ഒരു ഇതിലൂടെ എനിക്ക് മുന്നേറാൻ തീർച്ചയായിട്ടും പറ്റും. തീർച്ചയായിട്ടും വിജയിക്കും എന്ന ഉറപ്പാണ്. ഇപ്പോൾ ഇത്രയും ചാനലുകാരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വിജയ ആശംസകൾ. പാട്ടുപാടി ഇങ്ങനെ വോട്ട് പിടിച്ച് ആശ്രമത്തിൻ്റെ ഓരോ വീതികളിലും ഇങ്ങനെ ആശ്രമം ഉണ്ണികൃഷ്ണൻ സഞ്ചരിക്കുകയാണ്. ഗായകനെ കൂടിയാണ് കൊല്ലത്ത് ഇപ്പോൾ CPM രംഗത്തിറക്കിയിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.